കുട്ടികൾ വിവിധങ്ങളായിട്ടുള്ള മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇക്കഴിഞ്ഞ നാറ്റ 2024 എക്സാമിൽ 200-ൽ 163 സ്കോർ കരസ്ഥമാക്കി ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ പെരിന്തൽമണ്ണയുടെ അഭിമാന താരകമായ യാസിൻ മുഹീദ്ദീനുമായി അവൻ്റെ പഠനവിശേഷങ്ങളും എങ്ങനെയാണ് ഇത്തരത്തിലൊരു കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിലേക്ക് അവൻ കടന്നു ചെന്ന വഴികളും നമ്മൾ അവനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചറിയുന്നു. ഞാൻ യാസിൻ മുഹീദ്ദീൻ. ഞാൻ ദാറുൽ ഫലാഹിൽ 2022-24 ബാച്ചിൽ +2 കഴിഞ്ഞു. ഞാൻ ഈ വർഷം 2024 നാറ്റയിൽ 163 സ്കോർ കിട്ടി. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇങ്ങനെ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനത്തെ ഒരു സ്കോർ ലഭിച്ചതെന്ന്. അപ്പോൾ +2ൻ്റെയും +1ൻ്റെയും കൂടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായി പഠിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടി ക്രിസ്പ് മാനറിൽ ഒബ്ജക്റ്റീവായി ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റെപ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മളെങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഫൈനൽ ആൻസറാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനുവേണ്ടി കുറേ ബുക്സ് റെഫർ ചെയ്തു. പിന്നെ +1ലും +2ലും ഇല്ലാത്ത കുറച്ച് സിലബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ GKയും കറണ്ട് അഫയേഴ്സും ഒക്കെ ഞാൻ ഏകദേശം അപ്ഡേറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യം ഒരു സിവിൽ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയിരുന്നത്. പിന്നെയാണ് ഞാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് മനസ്സിലാക്കുന്നത്. പിന്നെ സിവിൽ എഞ്ചിനീയറും ആർക്കിടെക്ചറും രണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ആർക്കിടെക്ചറിലേക്ക് കടക്കാനുള്ള എക്സാംസിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് നാറ്റയും ജെയും മാത്രമാണ് അതിന് മുമ്പിലുണ്ടായിരുന്ന 2 പരീക്ഷ. +2ൻ്റെ കൂടെ ഈ 2 എക്സാംസും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പഠിച്ചത്. ഞാനപ്പോൾ NCERT ബുക്ക് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറെയുള്ള റെഫറൻസ് ബുക്സും ഗൈഡൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് അവസാനത്തിലേക്ക് എത്തിയപ്പോൾ +2 ബോർഡ് എക്സാമും ഈ എക്സാംസ് എല്ലാം കൊളൈഡ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല. ജെയും നാറ്റയും കമ്പയർ ചെയ്യുമ്പോൾ ജെയിൻ്റെ അത്രക്കൊരു ഡിഫിക്കൽട്ടി ലെവൽ നാറ്റക്ക് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ NCERT ബുക്ക് മാത്സ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ നന്നായി കവർ ചെയ്ത ഒരാൾക്ക് ബേസിക് മാത്സ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ബേസിക് മാത്തമാറ്റിക്കൽ സ്കില്ല് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCERT ബുക്ക് ഫുള്ളായിട്ട് നമ്മളൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നാറ്റിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജെയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാറ്റ കമ്പാരിറ്റീവ്ലി ഈസി, മോഡറേറ്റ് ടു ഈസി എന്ന് പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തത് മാത്സ് പഠിക്കാനാണ്. കാരണം മാത്സിൽ കുറച്ചും കൂടി ലെങ്തിയർ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അപ്പോൾ മാത്സിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും പോലെയല്ല. ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് കുറച്ചും കൂടി ക്യാപ്സ്യൂളായിട്ട് ആൻസർ കിട്ടുന്ന രീതിയിൽ ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്താൽ കിട്ടും. പക്ഷേ മാത്സിലൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം നമുക്ക് വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല മാത്സ്. അപ്പോൾ മാത്സിലെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നമ്മൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് NCERT ആദ്യം കവർ ചെയ്യുക, പിന്നെ റെഫറൻസ് ബുക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. അല്ലാതെ ആദ്യം തന്നെ വലിയ റെഫറൻസ് ബുക്സൊക്കെ നോക്കി നമ്മൾ തന്നെ ടെൻഷനാവുന്നൊരു സാഹചര്യം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് സ്ട്രോങ് ആക്കിയിട്ട് വലിയ കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ലെവൽ സെറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ അതിൽ ഭയങ്കര ജീനിയസ് ആവാനോ എക്സ്പേർട്ട് ആവാനോ അല്ല നോക്കേണ്ടത്, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക എന്നുള്ളതാണ് ഏത് സബ്ജക്റ്റ് ആയാലും. എൻ്റെ ഒരു സ്റ്റഡിയിങ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം സ്കൂളായാലും വീടായാലും ചുറ്റുവട്ടായാലും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ ചുറ്റും ഈ എക്സാമിൻ്റെ ടൈമിലായാലും പഠനത്തിൻ്റെ സമയത്തായാലും ഒക്കെ നടന്നിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നായാലും എന്തിനാണ് ഈ കോഴ്സ് എടുക്കുന്നത്, അതിൻ്റെ ഫ്യൂച്ചർ സാധ്യതകൾ എങ്ങനെയാണ്, അങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. എൻ്റെ ഇൻട്രസ്റ്റ് ഇതായതുകൊണ്ട് എന്നോട് ഇഷ്ടമുള്ളത് ചെയ്തോ അങ്ങനെ പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടായാലും എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ കഴിഞ്ഞിരുന്നു. വേറൊരു ഫ്രണ്ട് സർക്കിളിൽ തന്നെയുള്ള അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സായാലും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല ക്ലാസ്സസ് ആയിരുന്നു, നല്ല ഗൈഡൻസ് ആയിരുന്നു തന്നിരുന്നു. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. ഓക്കെ ഇതിലായിരുന്നു എൻ്റെ ഈ ഒരു ജേണി പോയത്. നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ ഈ ഒരു ജേണിയിൽ ഒരു മെയിൻ വില്ലനായി വരുന്ന സാധനമാണ് സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, ഇതൊക്കെ. അപ്പോൾ ഇതിന് 2 സൈഡുള്ള പോലെ ഇതിന് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആയ ഗൈഡ്സും റെഫറൻസ് ബുക്സൊക്കെ ഉണ്ട്. ഇപ്പോൾ സിനിമ ഡൗൺലോഡ് ചെയ്യണ പോലെ ഡൗൺലോഡ് ചെയ്യണ പോലെ നമുക്ക് ബുക്സിൻ്റെ PDFs ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പ്സിലായാലും ഒക്കെ കിട്ടും. നമ്മൾ ഫ്രീ കോസ്റ്റായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയ ബുക്സ് ഉണ്ട്, പണ്ടുള്ള ബുക്സ് തന്നെ നമുക്കിപ്പോൾ കിട്ടും. മാത്സിലായാലൊക്കെ
ടാറ്റൻ്റെ ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. 8,000 10,000 ഒക്കെയാണ് ഒരു 500 പേജ് ബുക്കിൻ്റെ വില എന്ന് പറയുന്നത്. അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ കാണുന്ന ബാക്കി വീഡിയോസ് ആയാലും ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്കൊരു ഗോൾ വേണം. ആ ഗോളിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യാന്നല്ല, അതിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു ജേണിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതിലായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കൺട്രോൾ നമ്മളെ മേലിൽ തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മുമ്പുള്ള എക്സാംസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്, എന്താണ് ഈ എക്സാം പാറ്റേൺ എന്ന് അറിയാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ബാക്കിലേക്കുള്ള മിനിമം 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമ്മൾ നോക്കി വെക്കണം. കാരണം ഈ ഒരു എക്സാം പാറ്റേൺ നമുക്ക് പരിചയമില്ലാത്തതാണ്. നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോവാണ് +2 എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പേപ്പേഴ്സും ഒക്കെ റെഫർ ചെയ്യുന്നത് നല്ലതാണ്. ദാറുൽ ഫലാഹിലെ എൻ്റെ 10ാമത്തെ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ +2 ദാറുൽ ഫലാഹിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദാറുൽ ഫലാഹിലെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നല്ല സപ്പോർട്ടീവായ ടീച്ചേഴ്സും കുറേ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്സും ഒക്കെ ഉള്ളതായിരുന്നു. നമ്മൾ +1 +2ലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളെ സ്റ്റഡി ഒരു ഏരിയ എന്ന് പറയുന്നത് മാറുകയാണ്. കുറച്ചും കൂടി 10th നിന്ന് +1ലേക്കും +2ലേക്കും എത്തുമ്പോൾ ആ സബ്ജക്ട്സിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലല്ല, ആ ഒരു ലെവൽ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ നമ്മളെ സഹായിച്ചത് എക്സ്പേർട്സായ ടീച്ചേഴ്സും ഗൈഡ്സും നമ്മളെ മെൻറ്റേഴ്സും എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനി +2ലേക്ക് വരാനുള്ള കുട്ടികളോടും ഇനി +1ലേക്ക് ഇവിടെ ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബോർഡ് എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി മാത്രമല്ല നമുക്ക് വേണ്ടത്. ബോർഡ് എക്സാം എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് 75 60. അപ്പോൾ അതൊരു ക്വാളിഫയിങ് എക്സാം ആണെന്നും നമ്മളെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവായി കൂടുതൽ ആ മാറ്റർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് വേയിൽ കുറച്ചും കൂടി പെട്ടെന്ന് എങ്ങനെയാണ് ആ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് സെൻസ് എങ്ങനെയെന്ന് നോക്കിയിട്ട് വേണം നമ്മളെ ഓരോ ടോപ്പിക്സ് അപ്രോച്ച് ചെയ്യാൻ. നമ്മൾ ഏത് കോഴ്സിലേക്ക് പോവുകയാണെങ്കിലും ഏത് കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന ഒരു ബാരിയർ കടക്കുക എന്നുള്ളത് ഈ ഒരു ടൈമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കരിയർ ഫീൽഡ് തിരഞ്ഞെടുത്ത് അതിലേക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അല്ലാതെ എല്ലാ സബ്ജക്ട്സും ഭയങ്കരമായിട്ട് പഠിക്കാനോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് വേണ്ടത് മാത്രം കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എന്ത് എഫേർട്ട് എടുത്താലും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ കൊടുക്കുന്നൊരു ഡെഡിക്കേഷനും നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഒരു എഫേർട്ടിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുറച്ചും കൂടി ആത്മാർത്ഥമായി പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഭാവിയും വിചാരിക്കുന്ന എല്ലാ സ്ഥലത്തും എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.